വെക്ടർ റാസ്റ്റർ ചിത്രങ്ങളുടെ പ്രത്യേകതകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. മിഴിവ് നഷ്ടപ്പെടാത്ത ചിത്രങ്ങൾ നിർമ്മിക്കാനും എഡിറ്റ് ചെയ്യാനും പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ്, വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിലാണ് ഈ സോഫ്റ്റ്വെയർ തുറക്കുന്നത്. ജാലകത്തിന്റെ ഇടതുവശത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഐക്കണുകളാണ് ഇങ്ക്സ്കേപ്പിൽ ഒബ്ജക്റ്റുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ടൂളുകൾ. ഓരോ ടൂളിലും ക്ലിക്ക് ചെയ്താൽ അത് പ്രവർത്തനക്ഷമമാവും. ഇങ്ക്സ്കേപ്പിൽ മികച്ച ചിത്രങ്ങൾ തയ്യാറാക്കാൻ സർഗശേഷിക്കൊപ്പം വിവിധ ടൂളുകളുടെയും മെനു ഓപ്ഷനുകളുടെയും ഉപയോഗരീതി നന്നായി അറിഞ്ഞിരിക്കണം. കൂടാതെ തന്ത്രപരമായി അവയെ ഉപയോഗിക്കാനുള്ള ശേഷിയും നേടണം. ഇതിനായി തുടർന്ന് നൽകിയിരിക്കുന്ന ഗേറ്റ് നിർമ്മാണം എന്ന പ്രവർത്തനം നിരീക്ഷിക്കൂ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ സ്കൂളിന്റെ കമാനം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കുക. എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ ഉപയോഗിച്ച് ഈ വൃത്തത്തെ ഒരു അർദ്ധവൃത്തമാക്കുക. വൃത്തത്തിൽ ദൃശ്യമാകുന്ന 3 നോഡുകളിൽ വൃത്താകൃതിയിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്താണ് ഇതിനെ നാം അർദ്ധവൃത്തമാക്കുന്നത്. എഡിറ്റ് മെനുവിലെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്താണ് അർദ്ധവൃത്തത്തിന്റെ പകർപ്പ് എടുക്കുന്നത്. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ദൃശ്യത്തിൽ കാണുന്നത് പോലെ അർദ്ധവൃത്തത്തെ ക്രമീകരിക്കുക. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിന്റെ പേര് ടൈപ്പ് ചെയ്യുക. തുടർന്ന്
മധ്യഭാഗത്തെ അർദ്ധവൃത്തവും സ്കൂളിൻ്റെ പേരും ഒന്നിച്ച് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് മെനുവിലുള്ള പുട്ട് ഓൺ പാത്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ മധ്യഭാഗത്തെ അർദ്ധവൃത്തത്തിൻ്റെ പാതയിലൂടെ സ്കൂളിൻ്റെ പേര് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് കാണുന്നില്ലേ? ഈ പേര് ആവശ്യാനുസരണം മൂവ് ചെയ്ത് കമാനത്തിൻ്റെ ആകൃതിയിൽ ആക്കുക. ഇത്തരത്തിൽ രണ്ട് ഒബ്ജക്റ്റുകൾ ഒരേ സമയം സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഒന്നാം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് രണ്ടാമത്തേതും സെലക്ട് ചെയ്താൽ മതി. മധ്യഭാഗത്തെ അർദ്ധവൃത്തം മാത്രമായി സെലക്ട് ചെയ്ത് അതിൻ്റെ സ്ട്രോക്ക് കളറും ഫിൽ കളറും ഒഴിവാക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ഫിൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. നോ കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സ്ട്രോക്ക് പെയിന്റ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് കളറും ഒഴിവാകും. മറ്റ് രണ്ട് വൃത്തങ്ങൾ സെലക്ട് ചെയ്ത് പാത്ത് ഡിഫറൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ അർദ്ധവൃത്തങ്ങളെയും ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ അർദ്ധവൃത്തങ്ങളെല്ലാം കൂടി ഒറ്റ ചിത്രമായി മാറിയിട്ടുണ്ടാവും. ഒറ്റ ചിത്രമാക്കി മാറ്റിയ ഈ കമാനം ദൃശ്യത്തിൽ കാണുന്ന രീതിയിൽ ഒരു ബിറ്റ്മാപ്പായി എക്സ്പോർട്ട് ചെയ്യുക.